MDMA എന്ന് പറയുന്ന പൊടി ഒരു മുട്ടായി കലക്കിയിട്ട് ഞാനങ്ങ് കൊടുത്ത് പെണ്ണിന്. ആ പെൺകുട്ടി അന്താൻ വിട്ട A+ കിട്ടിയ കുട്ടിയാ, LSS എല്ലാം കിട്ടിയ അംഗപ്പെട്ട കുട്ടി, നാട്ടിലെ ഏറ്റവും മാന്യനായ കുട്ടി. അതുകൊണ്ട് തന്നെ ആ കുട്ടി ആ മുട്ടായി കൊടുക്കുമ്പോൾ എന്തെങ്കിലും ആലോചിച്ചോ? ഒന്നും ആലോചിക്കാണ്ട് കിട്ടിയ മുട്ടായി ബ്ലും അങ്ങ് മിണുങ്ങി. എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ബാക്കി നിങ്ങൾ പറ. ഈ കുട്ടിക്ക് അത് തിന്നപ്പോ വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടുണ്ടാവും. ശരിയാണോ? ആ സന്തോഷം എത്ര മണിക്കൂർ നിലനിന്നിട്ടുണ്ടാവും? 48 മണിക്കൂർ. 48 മണിക്കൂർ കഴിയുമ്പോൾ കുട്ടിക്ക് എന്ത് തോന്നും? പിന്നെയും വേണം. അവർക്ക് എല്ലാം അറിയാട്ടോ, സൂക്ഷിച്ചോനല്ലോ. വീണ്ടും വീണ്ടും വേണമെന്ന് ഇങ്ങനെ കുട്ടിക്ക് തോന്നും. വെരി ഗുഡ്. അങ്ങനെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാക്കുന്ന കുട്ടിയായി മാറ്റലാണ് നമ്മുടെ ഉദ്ദേശം. അത് ഞാൻ നെഗറ്റീവായി പറഞ്ഞ കേട്ടോ. അങ്ങനെ ആയിരിക്കണം. 48 മണിക്കൂർ കൊണ്ട് വീണ്ടും വീണ്ടും കിട്ടണമെന്ന് തോന്നണമെന്ന് കുട്ടിക്ക് ഈ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലാക്കിണ്ടേ. ഓനെപ്പോലത്തെ തങ്കപ്പെട്ടവൻ ആരാ ഉള്ളത്? എന്തായാലും 48 മണിക്കൂർ ആകുമ്പോൾ ആരെ വിളിച്ചിട്ടുണ്ടാവും? ആദ്യം മുട്ടായി കൊടുത്ത ചങ്ങായിനെ വിളിച്ചിട്ടുണ്ടാവില്ലേ? ഓൻ തങ്കപ്പെട്ടതായതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഓൻ മുട്ടായി കൊടുത്തു പോലും. 3-ാമത്തെ ദിവസം ഓനോട് മുട്ടായി ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞു, എനിക്ക് ദിവസവും മുട്ടായി തരുമെന്ന് നിനക്ക് പറ്റൂല. ഇനി മുട്ടായി തരണമെങ്കിൽ ഞാൻ വെച്ച ഏണിയിലൂടെ ഇനി ഇറങ്ങി വരണം. ഈ പെൺകുട്ടി ഓൻ വെച്ച ഏണിയിലൂടെ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഉപ്പയുടെ പാരമ്പര്യം, അമ്മയുടെ മഹിമ എന്ന് വിചാരിച്ചിട്ട് ആ വീട്ടിൽ തന്നെ കുത്തിരിക്കോ? നിങ്ങൾ പറ. തീർച്ചയായിട്ടും ഇറങ്ങി വരാം. ഈ കുട്ടീൻ്റെ ബോസ് അച്ഛനായിരിക്കുമോ, ബാപ്പയായിരിക്കുമോ, ഈ കോന്തപ്പനായിരിക്കുമോ? വെരി ഗുഡ്. അപ്പൊ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് കേരളത്തിലുള്ള പല ആളുകളും ചതിക്കപ്പെടുന്നത്. കുട്ടി ഇറങ്ങി വന്നു. പക്ഷെ അതല്ല രസം. നമ്മൾ ഈ കുട്ടീനെയും കൂട്ടിയിട്ട് ആ വീട്ടിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച എന്താ പറയുക? അമ്മയോട് ചോദിച്ചു, അമ്മ നിങ്ങളെ മോളെവിടെ? അമ്മ പറഞ്ഞ വർത്താനം, മോളെവിടെയെന്നാ പോലീസ് ചോദിച്ചു. അപ്പോഴേക്കും അമ്മ തുടങ്ങി, എൻ്റെ മോളാ, ഓള് ഗുംഫു ആണ്, ഓൾക്ക് A+ ഉണ്ട്, ഓൾക്ക് സ്വന്തമായ റൂമുണ്ട്, സ്വന്തമായി കട്ടിലുണ്ട്, കിടക്കുണ്ട്, കഴിഞ്ഞ 6 കൊല്ലമായി ഓള് റൂമിലാണ് താമസിക്കുന്നത്, ഒറ്റക്കാണ് എന്നൊക്കെ പറയാം. അമ്മ ഇങ്ങനെ കഥ പറഞ്ഞ് പൊന്തുക. ശരിക്കും അമ്മ കഥ പറയുമ്പോൾ പോലീസുകാരൻ്റെ ഹൃദയത്തിലുള്ള വേദന നിങ്ങൾക്ക് മനസ്സിലായിന? അമ്മക്കുള്ള പ്രതീക്ഷ, കുട്ടീൻ്റെ പ്രതീക്ഷ, സ്വന്തം ബെഡ്റൂം, സ്വന്തം കട്ടില്, സ്വന്തം കുംഫു പഠിക്കുന്നു, ഡാൻസ് പഠിക്കുന്നു, നല്ലോണം പഠിക്കുന്ന കുട്ടീന്ന് വാതോരാതെ അമ്മ സംസാരിക്കുമ്പോൾ ഏടുന്ന പോലീസുകാരൻ ഈ കുട്ടീനെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഭീകരന്റെ കയ്യിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുക. അമ്മയോട് ചോദിച്ചു, അമ്മ നിങ്ങളെ മോളിപ്പോൾ എവിടെയുള്ളത്? മോൾ ഉറങ്ങുന്നുണ്ട് പോലീസെ, ഒന്ന് വിളിക്കുമെന്ന് ചോദിച്ചപ്പോൾ പോലീസ്, വേണ്ട പോലീസെ, കുംഫു കഴിഞ്ഞിട്ട് തളർന്ന് കിടന്ന് ഉറങ്ങുക എൻ്റെ മോള്, ഓളെ റൂമിൽ ഉറങ്ങിക്കോട്ടെ. അമ്മ ഒന്ന് ചെന്നോക്കെന്ന് പറഞ്ഞപ്പോൾ അമ്മ ചെന്നോക്കിയപ്പോൾ കുട്ടി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എൻ്റെ പോലീസോട് വന്നു പറഞ്ഞു, ക്ഷീണമുണ്ട് പോലീസെ, നല്ല ക്ഷീണമുണ്ട്. പോലീസിന് സഹിക്കാൻ പറ്റുമോ അത്? പോലീസ് പറഞ്ഞു, ഒന്നാ കുട്ടീനൊന്ന് വിളിച്ചുകൊണ്ടുവരും നിങ്ങൾ. വേണ്ട, തളർച്ചയുണ്ട്, ഇപ്പം വിളിച്ച് നാളെ വിളിച്ചാൽ പോരെ. എന്നിട്ടും അമ്മ കുട്ടിയുടെ പക്ഷത്താണ്. വിളിക്കിന്ന് ശാഠ്യം പിടിച്ചു പറഞ്ഞപ്പോൾ ആ കുട്ടിയില്ലേ, ആ കുട്ടീനെ അമ്മ ഓടിപ്പോയി വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഉരുട്ടിയപ്പോൾ ഉരുണ്ട് വീണത് കുട്ടിയായിരുന്നില്ല. പകരം ആ കിടക്കയിൽ 3 തലയണ S പോലെ വെച്ചൊരു പുതപ്പും കൂടി മൂടിയിട്ടാ. ഈ പുതപ്പും തലയണ തന്നെയാണ് അമ്മ ദിവസം ഏന്തി നോക്കിയിട്ട് പാവം കുംഫു ഉറങ്ങുക എന്ന് പറയുന്നത്. കുംഫു എവിടെയാ ഉള്ളത്? കോന്തപ്പന്റെ നെഞ്ഞത്താ ഉള്ളത്. അമ്മ നിലവിളിച്ച് എൻ്റെ മോളെ കാണുന്നില്ല എന്ന് നിലവിളിച്ച് പോലീസിന്റെ മുമ്പിലേക്ക് ഓടി വന്നപ്പോ പുറകിൽ വെച്ച കുട്ടീനെ ഇല്ലേ, ഈ പോലീസ് അമ്മക്ക് കാണിച്ചു കൊടുത്തപ്പോ അമ്മ തകർന്നു പോയി. ഈ കുട്ടി MDMA ഹാങ് ഓവർ ആയതുകൊണ്ട് പോലീസ് പറഞ്ഞു, എല്ലാം പറയണം അമ്മയോട്, എല്ലാം പറഞ്ഞു കൊടുക്ക്. കുട്ടി ഇതുവരെ നടന്ന കഥകളെല്ലാം പറഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് ലോകം ബോധ്യമായത്. കഴിഞ്ഞ 1.5 വർഷം അമ്മ ഇപ്പുറത്തെ റൂമിലും അപ്പുറത്തെ റൂമിലായി കിടക്കുന്ന അമ്മയും മോളും പരസ്പരം എന്താ നടക്കുന്നതെന്ന് അറിയാത്തൊരു കുടുംബമായിട്ട് ആ കുടുംബം മാറിപ്പോയി. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് സൂക്ഷിച്ചോങ്ങള്. ഭാഗ്യത്തിന് ഓൻ ചെയ്ത നല്ല കാര്യം, 1.5 കൊല്ലം അപ്പ ആ ചക്കൻ തന്നെ ഈ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയത്. നമ്മൾ വടകരെന്ന് കഴിഞ്ഞ ദിവസം കണ്ട ചക്കൻ എങ്ങനെയാണെന്നറിയോ? 4 ദിവസം മുട്ടായി കൊടുത്തിട്ട് ഓൻ കൂട്ടി, ഓൻ്റെ ബൈക്കുമലെല്ലാം കൂട്ടി വേണ്ട എല്ലാം ചെയ്ത്. 5-ാമത്തെ പ്രാവശ്യം ഓൻ പറഞ്ഞു, ഇനി എനിക്ക് വേണമെങ്കിൽ മറ്റോൻ്റെ ബൈക്കുമ്മ പോണെന്ന്. ഈ കുട്ടി പോവോ ഇല്ലയോ? എവിടെയും പോവും. അത് ഏത് പണക്കാരൻ്റെ മോനാണോ പണക്കാരൻ്റെ മോനെന്നോ ഒന്നും അവിടെ വിഷയമല്ല. ലഹരി മാഫിയ തെരഞ്ഞെടുക്കുന്ന കുട്ടികൾ വളരെ വളരെ സെലക്റ്റീവാണ്. അത് സൂക്ഷിച്ചു നിങ്ങൾ. ഈ നാട്ടിൽ ഏറ്റവും മാന്യനായ രക്ഷാകർത്താക്കളുടെ കുട്ടീനെയാണ് ആദ്യം ഈ മാഫിയ സെലക്ട് ചെയ്യുന്നത്. ഒറ്റ കാര്യം പറയാം, ഇവിടുത്തെ ഉസ്താദിന്റെ മോന ലഹരി മാഫിയ സെലക്ട് ചെയ്താൽ നിങ്ങൾ ആരെങ്കിലും ആ കുട്ടീനെ സംശയിക്കുമോ? നമ്മൾ കുട്ടീനെ കാണുമ്പോൾ ഉസ്താദിന്റെ മോൻ എന്നല്ലേ പറയുള്ളൂ.
എൻ്റെ 5ാം ക്ലാസ് പഠിക്കുന്ന മോള ലഹരി മാഫിയ സെലക്ട് ചെയ്താൽ ഏതെങ്കിലും പോലീസുകാരൻ എൻ്റെ മോളെ പിടിക്കുവോ? എൻ്റെ മോളെ പോലീസ് ഓർക്കാട്ടിൽ കൂടി പോകുമ്പോൾ പോലീസ് കണ്ടാ എന്നാ ചോദിക്കുക, അല്ലടാ എൻ്റെ അച്ഛനാടെ ഇല്ലേ, ഓ ഇപ്പം മയക്ക കിട്ടിയാൽ വിടലൊന്നും ഇല്ലേ എന്നല്ലെങ്കിലും ചോദിച്ചിട്ട് ഒരു മുട്ടായി വാങ്ങി കൊടുക്കുക എന്നല്ലാണ്ട് ആ കുട്ടീൻ്റെ ബാഗ് പരിശോധിക്കാൻ ഏതെങ്കിലും പോലീസുകാരൻ തയ്യാറാകുമോ? ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകനെ സെലക്ട് ചെയ്താൽ ഏതെങ്കിലും പോലീസുകാർ ഏതെങ്കിലും നാട്ടുകാരനോ ഓനെ സംശയിക്കുമോ? പറയുങ്ങൾ. അതാണ് ഇവിടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ബോസ് കുട്ടിയോട് 7ാം ക്ലാസ്സിലെ കുട്ടിയോട് ബോസ് പറഞ്ഞു കൊടുത്തതെന്നറിയോ? ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോൾ 5ാം ക്ലാസ്സിലാണ്, എൻ്റെ മോള് പഠിക്കുന്ന 5ാം ക്ലാസ്സിൽ. എനിക്കിപ്പോൾ ടെൻഷൻ എന്താണെന്നറിയോ? ഈ 7ാം ക്ലാസ്സിലെ കുട്ടികളോട് ബോസ് എന്ന് പറയുന്ന ചങ്ങായി ക്ലാസ് എടുത്തു കൊടുത്ത് ഈ മഞ്ഞ കഷ്ണം കടലാസ് കച്ചവടാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ? അതിന് മുമ്പ് എൻ്റെ മോളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. എൻ്റെ മോൾ എന്നോട് പറഞ്ഞതെന്ന് പറയാം, അച്ഛാ ഞാൻ എൻ്റെ മോളോട് പഠിക്കാനൊന്നും പറയാറില്ല, പക്ഷെ എൻ്റെ ഭാര്യയില്ലേ ഓൾ എന്തെല്ലോ ആയിക്കളണമെന്ന ഭാര്യൻ്റെ ഇഷ്ടം. എന്നെപ്പോലെ ആയിപ്പോറ്, അതിന് ഞാൻ എന്തും ചെയ്യും, മോളെ കരയിപ്പിക്കൂല എന്നെല്ലാം പറഞ്ഞ് ഈനെ ഇങ്ങനെ പോറ്റുക, ഒരു പണി എടുപ്പിക്കൂല ഇങ്ങനെ. എന്നാൽ ഐറ്റിയൊക്കെ എന്തെങ്കിലും നന്ദിയുണ്ട് ഈറ്റകളോട്? ഒന്നുമില്ല. നിങ്ങളെ വീട്ടിലല്ല കേട്ടോ, ഇത് എൻ്റെ വീട്ടിലാണ്. അതെന്താ ആടെ എന്താ പറ്റിയെന്നറിയോ? ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്. വിദ്യാഭ്യാസത്തിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം, കുടുംബത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. നിങ്ങളങ്ങനെ കുടുംബത്തിലാണോ ജീവിക്കുന്നത്? യെസ് ഓർ നോ? നിങ്ങൾ മിണ്ടൊന്നുമില്ല. കുടുംബം ഇല്ലേ നിങ്ങൾക്ക്? എന്താ ഒച്ചത്തെ പറ, നിങ്ങൾ കുടുംബത്തിലാണോ ജീവിക്കുന്നത്? യെസ് ഓർ നോ? എന്താ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞോളേ, കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? കൂടുമ്പോൾ ഇമ്പമുള്ള തങ്കപ്പെട്ട ആളാട്ടോ. നിങ്ങൾ കല്യാണം കഴിച്ചിക്കാം? കല്യാണം കഴിച്ചാൽ ഞാൻ ഒരിക്കലും ഇത് ആദ്യം ഞാനും വിചാരിച്ച കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാ. കല്യാണം കഴിച്ചതിന് ശേഷം അത് അങ്ങനത്തെ എനിക്ക് മനസ്സിലായത്. ഞാനിപ്പം നോക്കുമ്പോൾ ഇല്ലേ, എൻ്റെ ഭാര്യയും ഞാനും കൂടുമ്പോൾ ഇമ്പമൊന്നുമില്ല. ഞാനും ഭാര്യയും കൂടുമ്പം ഭൂകമ്പം. നിങ്ങളെവിടെ അങ്ങനെയല്ല, നിങ്ങളിപ്പം നല്ല ഇത്. അപ്പൊ ആ നിർവചനത്തിൽ എന്തോ തെറ്റില്ലേ? ഉണ്ടോ ഇല്ലയോ? നോക്കുമ്പോൾ ഞാൻ പഠിച്ചു നോക്കുമ്പോൾ എന്താ സ്ഥിതി എന്നറിയോ? കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതെന്ന് പറയുന്നെങ്കിലും ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഉമ്മയും ഉപ്പയും മക്കളും കാരണവനും ഒന്നിച്ച് ജീവിക്കുന്ന ഇടമാണ് കുടുംബം. ഉത്തരവാദിത്ത ബോധം. എന്താ ഉത്തരവാദിത്തം? നേരത്തെ ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യന്മാരുടെ പ്രത്യേകം എന്തായിരുന്നു? വെറുതെ ഇരിക്കുന്ന ആളുകളാണ് ലഹരിയുടെ ലോകത്തേക്ക് പോകുന്നത്. ശരിയാണോ തെറ്റാണോ? അപ്പൊ ഉത്തരവാദിത്തമുള്ളൊരു കുട്ടി വെറുതെ ഇരിക്കുവോ? അപ്പൊ ഉത്തരവാദിത്തം വേണ്ടേ? ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. എൻ്റെ വീട്ടിൽ ആളെ പരിചയപ്പെടുത്തിയിട്ട് എനിക്ക് 92 വയസ്സുള്ളൊരു അമ്മയുണ്ട്, സുന്ദരിയായ ഭാര്യയുണ്ട്, ഞാനുണ്ട്, 5ാം ക്ലാസ്സിലൊരു പെണ്ണുണ്ട്, 2ാം ക്ലാസ്സിലൊരു ചെക്കനുണ്ട്. ഇതാണ് എൻ്റെ കുടുംബം. ഒരു 6 മാസം വരെ എൻ്റെ കുടുംബങ്ങൾ കണ്ടാൽ ചിരിച്ച് മരിച്ചു. ഈ 1ാം ക്ലാസ്സിലെ ചെക്കനൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല, 5ാം ക്ലാസ്സിലെ പെണ്ണിന് ഒരു ഉത്തരവാദിത്വം ഇല്ല. അത് ഭാര്യ പറയുന്ന പടി തിന്ന് കുളി, പടി തിന്ന് കുളി. ഇങ്ങനെ നിങ്ങളെ ഉമ്മ അങ്ങനെ തന്നെയാണ് പറയാറ്. അടുക്കളയിലേക്ക് പടി ഇങ്ങനെ ആട്ടി ഓടിച്ചു കളിയാ. അടുക്കളയിലെല്ലാം വരുമ്പോൾ കുട്ടീനെ ആട്ടി ഓടിക്കും. അങ്ങനെ ഒരു സിസ്റ്റം നിങ്ങളുടെ വീട്ടിലുണ്ടോ? എന്നാൽ ആട്ടി ഓടിക്കൊന്നും വേണ്ട, അടുത്ത് പിടിച്ച് അവിടെ നിപ്പിക്കണം ഈറ്റുകള. പക്ഷെ അന്നേരം എനിക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ ഇത് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ത് വിവരക്കേട നമ്മൾ ചെയ്തത്. നോക്കുമ്പോൾ എന്താണെന്നറിയോ, ഈ ഉത്തരവാദിത്ത ബോധം കൊടുക്കാത്ത സമയത്തില്ലേ, എന്നെ കാണുമ്പോൾ എൻ്റെ മോൻ ഓടി വരാറുണ്ട്. ഞാൻ വിചാരിച്ചു ഭഗവാൻ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ വേണ്ടിയിട്ട് ഓടി വരുന്നത്. നോക്കുമ്പോൾ ഇല്ലേ, പൈസ കഴിക്കും എന്നെ വരുന്നത്. എന്നെ കാണും ഐറ്റേക്ക് പൈസ വേണം. സഞ്ചയിക്കേൻ്റെ പൈസ, ബുക്കിൻ്റെ പൈസ, ടൂറിൻ്റെ പൈസ, പൊതിൻ്റെ, ഇങ്ങനെ അങ്ങനെ ഉണ്ട്. അങ്ങക്ക് അങ്ങനെ ഉണ്ട്. നമ്മളെ കാണുമ്പോൾ പൈസ കീറ്റുകൾ ചോദിച്ചാൽ ശരിയാണോ തെറ്റാണോ? അച്ഛനോ അല്ലെ ബാപ്പ എന്ന് പറയുമ്പോൾ പൈസ കൊടുക്കുന്ന സാധനം. ഇനി എൻ്റെ ഭാര്യനെ കുറിച്ച് എൻ്റെ മക്കളെ സ്വപ്നം എന്താണെന്നറിയോ? അടുക്കള പണിക്കാരത്തി. ഇങ്ങനെ ഉണ്ടായി കൊടുക്കുക. എന്നാൽ ഉണ്ടായി കൊടുത്ത ഈറ്റൊക്കെ എന്തെങ്കിലും നന്ദി ഉണ്ടാ? നിങ്ങൾ നൂൽപ്പിട്ട് ഉണ്ടാക്കി കൊടുത്ത കഴിഞ്ഞ് പിട്ട് വേണ്ട, നൂൽപ്പിട്ട്. ഇഡ്ഡലി കൊടുത്താൽ പറയും ഇഡ്ഡലി വേണ്ട, കൊയക്കട്ട. ഇങ്ങനെ അമ്മ എന്ന് പറയുന്ന സാധനം കുശിനി പണിക്കാരത്തിയായിട്ടാണ് കണക്കായി. ശരിയാണോ തെറ്റാണോ? എന്നാൽ ഉത്തരവാദിത്ത ബോധം അങ്ങ് കൊടുത്തേരത്തില്ലേ? ഇപ്പം എൻ്റെ വീട്ടിൽ വന്ന് അങ്ങ് ശരിക്കും ഫീൽ ചെയ്യും. എൻ്റെ വീട്ടിലിപ്പോൾ ഞായറാഴ്ച കുറേ സമയം ഉറങ്ങാമെന്നും തിങ്കളാഴ്ച കുറേ സമയം ഉറങ്ങണ്ടെന്നൊന്നുമില്ല. എല്ലാവരും ഒരേ സമയത്ത് ഉറങ്ങും, എല്ലാവരും ഒരേ സമയത്ത് എണീക്കും. ഉത്തരവാദിത്വം ഒരേപോലെയാണ്. രാവിലെ 6 മണിക്ക് എല്ലാവരും എണീക്കണം, 92 എണീക്കണം, ഞാനും എണീക്കണം, ഭാര്യ എണീക്കണം, 5ാം ക്ലാസ് എണീക്കണം, 2ാം ക്ലാസ് എണീക്കണം. എണീറ്റ പാട് എന്താ ചെയ്യണമെന്ന് അറിയാം? നിങ്ങൾ മുഖേലം കഴുകിയാൽ എല്ലാവർക്കും ഓരോ ചൂലങ്ങ് കൊടുക്കും. 92-ന് സ്വന്തമായി ചൂലുണ്ട്,
എനക്ക് സ്വന്തമായി ചൂലുണ്ട്, സുന്ദരിക്ക് സ്വന്തമായി ചൂലുണ്ട്, 5ാം ക്ലാസ്സിനുണ്ട്, 2ാം ക്ലാസ്സിന്. എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് മിറ്റടിക്കണം. മിറ്റടിച്ച് കഴിഞ്ഞാൽ അടുക്കളയെല്ലാം അടിച്ചു വരണം, വണ്ണാമ്പിലെല്ലാം തട്ടണം, കക്കൂസ് എല്ലാവരും കൂടി കഴുകും. ഉത്തരവാദിത്വമോ. ഇപ്പം എൻ്റെ വീട്ടിൽ വന്നാൽ നിങ്ങൾ എന്താ സ്ഥിതി തന്നെയാണ്, ഉച്ചക്കാറ്റ് ഒരു ചണ്ടി വീണിക്കുണ്ടെങ്കിൽ എൻ്റെ അന്തം വിട്ട ചെക്കൻ ഓടിപ്പോയിട്ട് ചണ്ടി. ഞാൻ പറയാടാ നാളെ എടുക്കാടാ, വേണ്ടച്ചാ നാളെ നമ്മൾ തന്നെ എടുക്കണ്ടേ. ഇത് ഉത്തരവാദിത്തമാണോ അല്ലയോ? കഴിഞ്ഞ കൊല്ലം വരെ ഓനില്ലേ ട്രൗസർ എത്രയാണ് കഴിച്ചിടുവാന്ന് പറയും. രാവിലെ ഒരു ട്രൗസർ ഇങ്ങോട്ട്, ഉച്ചക്ക് ഒരു ട്രൗസർ അങ്ങോട്ട്, വൈകുന്നേരം ട്രൗസർ ഇങ്ങോട്ട്. വൈകുന്നേരം ആകുമ്പോഴേക്ക് 5-8 ട്രൗസർ ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെയാണോ? ഇപ്പം എൻ്റെ വീട്ടിൽ 92 ട്രൗസർ തിരുമ്പണം. ഞാൻ എൻ്റെ ട്രൗസർ തിരുമ്പും, 5ാം ക്ലാസ്സിൻ്റെ തിരുമ്പും, 2ാം ക്ലാസ്സിൻ്റെ തിരുമ്പും. ഇപ്പം മാറ്റം അറിയോ? ഈ ചെക്കൻ ട്രൗസർ കഴിച്ചിടുന്നേ ഇല്ല. അതെന്താ കഴിച്ചിടാത്ത? കറക്റ്റ് കണ്ടാ ഓൻ പറയുന്നത് എന്താ പറയുക, അച്ഛ ഇന്നും കൂടി ഇട്ടൂടെ അച്ഛ, നോക്കച്ച മണക്കുന്നുണ്ട് അച്ഛ. ഞാനില്ല. അപ്പൊ ഉത്തരവാദിത്വം കൊടുത്തപ്പോൾ ഒരു ട്രൗസർ കഴിച്ചിടുവനും മടി, മിറ്റത്ത് ചണ്ടി വീഴുന്നവന് പ്രശ്നം, വണ്ണാമ്പല കണ്ട അന്നേരം തട്ടുന്നു. അപ്പോൾ അവന് വെറുതെ ഇരിക്കും നേരം ഉണ്ടോ? ഉണ്ടാ? അതാണ് കുടുംബം എന്ന് പറയുന്ന സാധനം. ഈ മക്കൾ നമ്മൾ ചേർത്ത് പിടിക്കണം ഇങ്ങോട്ട്.